സമീപസ്ഥനായ എൻ്റെ കോളേജിൽ നിൽക്കുന്ന കളർകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തുകാരനായ അദ്ദേഹമാണ് ഈ അഷ്ടപതി ലയം എന്നുള്ള പാട്ടെഴുതിയത്. അദ്ദേഹമാണ് ഒരു പിടി അമലിൻ്റെ കഥയുമായി നിന്നുള്ള പാട്ടെഴുതിയത്. അദ്ദേഹമാണ് പള്ളിയമ്പ് പൂത്തുലയും വേളിമരത്താവേലി. ഇനിയുണ്ട് മനോഹരമായ പാട്ടുകൾ. എല്ലാവർക്കും അറിയാം. ലളിതഗാനങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ളവർ കേട്ടിട്ടുള്ള പാട്ടാണ് രാമായണ കിളി ചാരിക പൈകിളി രാജീവനേത്രനെ കണ്ടോ എൻ്റെ രാഗവിലോലനെ കണ്ടു. ആരെഴുതി? അതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പ്രസിദ്ധമായ പാട്ട് ഞാൻ പറയാം. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ രാജീവനയനന്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധേ ഉറക്കമായോ. അതേ എഴുത്തുകാരൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പാട്ടുണ്ട്. രാധ മാധവ സങ്കൽപ്പരത്തിൽ രാഗവൃന്ദ. ആരാണെന്നറിയാം? പൂവച്ചൽ ഖാദർ എന്നാണ് അദ്ദേഹമാണ്. എം ജി രാധാകൃഷ്ണൻ സാറാണ് ഇതെല്ലാം ട്യൂൺ ചെയ്തത്. പൂവച്ചൽ ഖാദർ സാറിൻ്റെ പാട്ടുകളാണ് മനോഹരമായ പാട്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ രാമായണ കിളി ശാരിക പൈങ്കിളി രാജീവനേത്രനെ കണ്ടു എന്നുള്ള പാട്ടുകൾ. ONV സാറിൻ്റെ മനോഹരമായ പാട്ടുകളുണ്ട്. ഈ പാട്ടുകളെക്കുറിച്ച് പാട്ടിനെ നമ്മൾ 54-ലെ പാട്ടിൻ്റെ ലളിതഗാനം പറയാൻ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് ദൂരദർശനിൽ വന്ന പാട്ടാണ്, സഹോദര സ്ഥാപനം. ഏതാണ് പാട്ട്? ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മനുറക്കമാ ഉണർത്തരുതേ എന്നോ മനുറക്കമായി ഉണർത്തരുതേ. ഇതിനൊക്കെ കഥകളുണ്ട്. പക്ഷെ നമുക്ക് കഥ പറയാനുള്ള സമയം എത്തണ്ട. ഇനിയും മനോഹരമായ പരിപാടികൾ വരാനുണ്ട്. അപ്പോൾ അങ്ങനെ ONV സാറിൻ്റെ ഒന്നിനി ശ്രുതി താഴ്ത്തി ദേവരായ മാസ്റ്റർ ചെയ്ത മനോഹരമായ പാട്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ആകാശവാണിയിൽ വന്ന പ്രധാനപ്പെട്ട ഒരുപാട് ലളിതഗാനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാട്ട് ഞാൻ സൂചിപ്പിക്കാൻ, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഓടക്കുഴലേ ഓടക്കുഴലേ ഓവനത്താമര കണ്ണൻ്റെ ചുണ്ടിലെ ചുംബന തൂമതു നുകർന്നവളെ രാഗിണി നീ അനുരാഗിണി മറ്റൊരു രാധയോ രുക്മിണിയോ എന്ന് പറയുന്ന പാട്ട് അന്ന് വളരെ പ്രസിദ്ധമായിരുന്നു ആ പാട്ട്. ആ പാട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് ONV സാർ എഴുതി എം ജി രാധാകൃഷ്ണൻ സാർ ട്യൂൺ ചെയ്തു എന്നുള്ളതല്ല, അത് ആകാശവാണിക്ക് വേണ്ടി പാടിയത്, ആകാശവാണിയുടെ കളക്ഷനിലുണ്ടാകുന്നത് അത് KS വീണയാണ്. KS വീണ എന്ന് പറഞ്ഞാൽ KS ചിത്ര എന്ന് പറയുന്ന മഹാഗായികയുടെ ചേച്ചിയാണ് KS വീണ. അന്ന് KS ചിത്രയേക്കാൾ പ്രശസ്തയായിരുന്നു KS വീണ. പിന്നീട് വീട്ടമ്മയായി പാട്ടിൻ്റെ വഴി ഒഴിഞ്ഞു പോയെങ്കിലും അന്ന് വളരെ പ്രസിദ്ധയായ ഗായികയായിരുന്നു KS വീണ. KS വീണ മാത്രമല്ല യു മീര, ഇവരൊക്കെ അന്ന് വളരെ പ്രസിദ്ധരായ ലളിതഗാനങ്ങൾ പാടുന്ന ആകാശവാണിയിലെ സ്ഥിരം പാട്ടുകാരായിരുന്നു. യു മീരയുടെ കാര്യം എടുത്തു പറയാൻ കാര്യം, പിന്നെ വിധിവശാൽ യു മീര വളരെ പ്രസിദ്ധമായ പാട്ടുകൾ ആകാശവാണിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. വിധിവശാൽ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ ഒരു അമ്മാവിൻ്റെ ഭാര്യയായി എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ വന്നു എന്നുള്ളത് പറയാനാണ് ഞാൻ അതോടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രശസ്തമായ ഒരു ലളിതഗാനമുണ്ട്. രാധയെ കാണാത്ത മുകിൽ വർണ്ണനോ നീ സീതയെ വേർപെട്ട ശ്രീരാമനോ എന്ന് പറഞ്ഞ KV കുറിച്ച് മാഷ് എഴുതിയ പാട്ട്, ലളിതഗാനം. ആകാശവാണിയുടെ സ്വന്തമാണിതല്ല. അങ്ങനെ മനോഹരമായ പാട്ടുകൾ ആകാശവാണി ലളിതഗാനങ്ങൾ. ഇനിയുണ്ട് രമേശൻ നായർ സാർ എഴുതിയ മനോഹരമായ പാട്ടുണ്ട്. അത് ഇന്ദ്രനീലത്തിനോട് എന്തുകൊണ്ടും പണ്ട് തൊട്ടേ എനിക്കിഷ്ടം. അദ്ദേഹം കൃഷ്ണഭക്തിയാണല്ലോ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്നത്. ഇതും കൃഷ്ണഭക്തി ഗാനമാണ്. ഇന്ദ്രനീലത്തിനോട് എന്തുകൊണ്ടോ പണ്ട് തൊട്ടേ എനിക്കിഷ്ടം എന്ന് പറയുന്നത് രമേശൻ നായർ സാർ എഴുതി എം ജി രാധാകൃഷ്ണൻ സാർ ട്യൂൺ ചെയ്ത പാട്ട്. ഭാസ്കരൻ മാസ്റ്റർ, ഞാൻ പറഞ്ഞു, ആകാശവാണിയിലൂടെ ലളിത സംഗീതത്തിൻ്റെയും 54-ൽ ആകാശവാണിക്ക് പുറത്തിറങ്ങിയ ശേഷം സിനിമാ ഗാനങ്ങളിലൂടെയും മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച ആളാണ് ഭാസ്കരൻ മാസ്റ്റർ. എത്രയോ മനോഹരമായ ലളിതഗാനങ്ങൾ, കവിതകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രസിദ്ധമായ ഒരു ലളിതഗാനമുണ്ട്.
നിങ്ങൾ ഈ പാട്ട് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാകും. പ്രാണസഖീ നിൻ മടിയിൽ മയങ്ങും വീണക്കമ്പിയിൽ ഒരു ഗാനമാ സങ്കൽപ്പത്തിൽ വിരുന്നു വന്നു ഞാൻ സഖീ സഖീ വിരുന്നു വന്നു ഞാൻ. ഏകദേശം ചായയാണ് ഇതൊക്കെ. ഇത് ആകാശവാണിക്ക് വേണ്ടി ഇത് ആകാശവാണിയിൽ പാടിയിരിക്കുന്നത് സാക്ഷാൽ യേശുദാസ് സാറാണ്. അപ്പോൾ പിന്നെ ഇതൊരു ചായ മാത്രമാണ്, ഒരു എന്താണ്, ഒരു നിഴല് മാത്രമാണ്. ഇങ്ങനൊന്നും അല്ല അദ്ദേഹം പാടുന്നത്, അറിയാമല്ലോ. ഒരു വല്ലാത്തൊരു എന്താണ് നമ്മൾ പറയും, ഒരു ആസ്വാദനം, നമ്മുടെ മനസ്സിനെ മുഴുവൻ കീഴടക്കുന്ന ശബ്ദമാണ്. അദ്ദേഹം മനോഹരമായി പാടിയിട്ടുണ്ട് ഈ പാടുന്നത്. ഇതൊക്കെ യൂട്യൂബിൽ കിട്ടും, നിങ്ങൾക്ക് ആകാശവാണി ലളിതഗാനങ്ങൾ നടിച്ചുകൊണ്ടൊക്കെ കിട്ടും. പേരും ഞാനുണരുകില്ല എന്ന് പറഞ്ഞ പ്രസിദ്ധമായ സിനിമാ ഗാനം എപി ഗോപാലമാഷിൻ്റെയാണ്. അതുപോലെ പാർവതി സ്വയംവരം കഴിഞ്ഞ രാവിൽ പുഷ്പമഴ തൂവും വസന്ത നിലാവിൽ, ഇതൊക്കെ എപി ഗോപാലമാഷ് എഴുതിയ പാട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗാനരചയിതാക്കൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. മനോഹരമായ പാട്ടുകൾ എഴുതിയ മറ്റു പലരുമുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനി നോക്കൂ, രാമനവമി നാൾ രാത്രിയിൽ ഞാൻ രാമായണം കഥ കേട്ടിരിക്കെ ത്രേതായുഗത്തിലേക്ക് എന്നെ ഒരു ഓമന ശാരിക പൈതൽ വന്ന് ആനയിച്ചു എന്ന് ആകാശവാണിക്ക് വേണ്ടി ആകാശവാണിയുടെ കളക്ഷനിൽ എഴുതിയ മധുവനം ഭാർഗവൻ പിള്ള എന്ന് പറയുന്ന ഗാനരചയിതാവിനെ, ലളിത ഗാനരചയിതാവ്. ഇങ്ങനെ അനേകം നമുക്കറിയാം, മുഖമുള്ളവരും മുഖമില്ലാത്തവരുമായ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നവരും അറിയാൻ പാടില്ലാത്തവരുമായ അനേകം പേരെഴുതിയ മനോഹരമായ ലളിതഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ആകാശവാണി സൃഷ്ടിച്ച വലിയ ചരിത്രം, മലയാളത്തിൻ്റെ ലളിത സംഗീതത്തിൻ്റെ ചരിത്രം. വേറെയും ചില പാട്ടുകൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നിളാനദിയുടെ നിർമ്മല തീരം നിരുപമ ഭാവാർദ്ര തീരം കവിയുടെ ആത്മാവ് കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം കഥകളിൽ ചമയങ്ങൾ അണിയുന്ന തീരം. പി.കെ. ഗോപി അദ്ദേഹം എഴുതിയ വരികളാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിലെ പാട്ട് ചീരപ്പൂകൾ ഉമ്മ കൊടുക്കണം നീലക്കുരുവികളെ എന്നുള്ള പാട്ട് നിങ്ങൾക്കെല്ലാം അറിയാം. പി.കെ. ഗോപി മാഷ് ഒരുപാട് മനോഹരമായ പാട്ടുകൾ എഴുതിയ ആളാണ് അദ്ദേഹം. അതിരോരപ്പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാടോര് വരവേൽക്കാന ഉടവാളിൻ തുമ്പത്ത് ഉടമുല്ലപ്പൂവിരിയുന്നേ ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ ഈണം മേളത്തിൽ ഞാൻ വായു. ഈ പാട്ടെല്ലാം ഇങ്ങനെ ഓർമ്മയെന്നാണ് ഈ പാടുന്നത്. ചിലതൊക്കെ വാക്കുകളും വരികളും ഒക്കെ തെറ്റും, അല്ലെങ്കിൽ മറന്നുപോകും, ക്ഷമിക്കുക. അപ്പം അത് പി.കെ. ഗോപി മാഷ് എഴുതി. വേണുഗോപാൽ അദ്ദേഹം എഴുതിയ ചിലപ്പതികാരത്തിൽ ചിലമ്പൊലി മുഴങ്ങിയ തൃപ്രയാർ മതിലകത്ത് എന്ന് പറഞ്ഞ മനോഹരമായ പാട്ട്. അത് ബി വസന്ത ഉടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവാന്ന് പാടിയ ബി വസന്ത പാടിയിരിക്കുന്നതാണ് ആകാശവാണിക്ക് വേണ്ടി. അതുപോലെ ചിങ്ങത്തിരുവോണ സൂര്യോദയം കെ.പി. ഉദയഭാനു സാർ ചെയ്ത മനോഹരമായ പ്രസിദ്ധമായ പാട്ട്. അപ്പം ഇങ്ങനെ അനേകം പാട്ടുകൾ ലളിത സംഗീതത്തിൽ നമുക്ക് വിസ്മരിക്കാനാകാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത വലിയൊരു സംഭാവനയാണ്. ആകാശവാണിക്ക് സ്വന്തമാണ് ലളിതഗാനങ്ങൾ എന്ന് പറയുന്നത്. ലളിതഗാനങ്ങൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചലച്ചിത്ര ഗാനങ്ങൾ നമ്മളിലേക്ക് പാടി ഉറപ്പിച്ചു തന്നത് ആകാശവാണിയാണ്. നമ്മൾ പലപ്പോഴും കേട്ട് നമ്മൾ ഏത് ഉറക്കത്തിലും പാടാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു ഗാനരചയിതാവ് ഞാൻ ഇവിടെ പറഞ്ഞാൽ തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം,
ഗാനരചയിതാവ് എഴുതാൻ ചെന്നപ്പോൾ അത് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രണയഗാനമാണ്. അദ്ദേഹം ഇങ്ങനെ പാട്ടെഴുതി, എന്താണ് പിന്നെ നിലാവല ഇങ്ങനെ തടാകത്തിന് മുകളിൽ ഒരു വല പോലെ വീണ് കിടക്കുന്നു, മതിച്ച കാറ്റിങ്ങനെ മണവും കൊണ്ട് മാറി നടക്കുന്നു എന്നൊക്കെ അദ്ദേഹം എഴുതി. അപ്പോൾ ഈ സംവിധായകൻ പറഞ്ഞു, മതിച്ച കാറ്റെന്ന് വേണ്ട, മതിച്ച കാറ്റ്. കാരണം ഈ പാട്ട് പാടുന്നത് ഒരു ഗുണ്ടയാണ്, ഒരു ഗുണ്ടയാണ്. ഗുണ്ട ഒരിക്കലും മതിച്ച കാറ്റെന്ന് പാടുന്നത്. അതുകൊണ്ട് അതിന് ഗുണ്ടയ്ക്ക് പറ്റിയ വാക്ക് വേണം. ഈ ഗുണ്ടയ്ക്ക്, അദ്ദേഹം ഒരു കവി കൂടിയായ ഗാനരചയിതാവാണ്. ഈ ഗുണ്ടയ്ക്ക് പറ്റിയ വാക്ക് അതെങ്ങനെ വെക്കും? അദ്ദേഹം പല വാക്കുകളും പ്രയോഗിച്ചെങ്കിലും അദ്ദേഹം ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ, അതിൽ താഴോട്ട് പോകാതെ അദ്ദേഹം പല വാക്കുകളും പ്രയോഗിച്ചിട്ടും സംവിധായകന് തൃപ്തിയാകുന്നില്ല. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഉച്ച വരെ പല വാക്ക് പറഞ്ഞിട്ട് അവസാനം മതിച്ച കാറ്റ്, 5 അക്ഷരമാണ് മതിച്ച ഒരു വാക്ക്, കാറ്റ്. അതിന് കാരണം മറ്റേ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവസാനം മുറിച്ച ബീഡി എന്നാ ഇപ്പൊ കറക്റ്റായി. അപ്പം മതിച്ച കാറ്റിന് പകരം മുറിച്ച ബീഡി വെക്കുന്ന കാലാണ്. അങ്ങനെ വാക്കുകൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് 5ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള നായകൻ സ്ത്രീ വിപ്രലംബ ശൃംഗാര അപ്സര സ്ത്രീ എന്ന് പാടിയിരുന്നു. ആ വാക്ക് മലയാളി നമ്മൾ ഈ എന്താണ് അഭിമാനപൂർവ്വം പറയുന്ന പുരോഗമനങ്ങളൊന്നുമില്ലാതിരുന്ന, സാക്ഷരതയൊന്നുമില്ലാതിരുന്ന കാലത്തും നമ്മുടെ മലയാളി അതിനെ നെഞ്ചേറ്റി. അത്തരം പാട്ടുകൾ പലതും നമുക്ക് മനസ്സിലായില്ല, പക്ഷെ നമ്മളത് മനസ്സിലാക്കി, നമ്മളതിലൂടെ സഞ്ചരിച്ചു. ആ പാട്ട് പാടുമ്പോൾ ആ നായകൻ്റെ വികാരം എന്താണ്, നായികയുടെ ഭാവം എന്താണ്, ഇതെല്ലാം നമ്മളെ അനുഭവിപ്പിച്ചത്, കാണിച്ചു തരികയല്ല, അനുഭവിപ്പിച്ചത് ആകാശവാണിയിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രഞ്ജിനി, നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, പിന്നെ അങ്ങനെ എത്രയെത്ര ചലച്ചിത്രഗാന പരിപാടികളായിരുന്നു നമ്മളിങ്ങനെ വീണ്ടും കേട്ടുകൊണ്ടിരുന്നത്. ഇതൊന്നും പോരാതെ സിലോൺ റേഡിയോ, എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ സിലോൺ റേഡിയോ എന്ന പാട്ട്, വിവിധ ഭാരതി, ഇങ്ങനെ പാട്ടുകളിലൂടെ സമ്പന്ദഹാസമായി എന്ന് പാടിയപ്പോൾ നമുക്ക് ആ പാട്ടിലൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞത് മലയാള ഭാഷയുടെ മാദക ഭംഗി. ഇപ്പൊ എന്ത് മലയാള ഭാഷ, എന്ത് മാദക ഭംഗി! ആർക്കും മലയാള ഭാഷ മാദക ഭംഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗിയെക്കുറിച്ച് ഉൾക്കൊള്ളുന്നില്ല. പണ്ട് നമ്മൾ ഉൾക്കൊണ്ടത് ഈ പാട്ടിൻ്റെ സൗന്ദര്യം വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, മനോഹരമായ പാട്ട്, ചന്ദ്രകിരണത്തിൽ ചന്ദനമുന്നും ചകോരയുവമിഥുനങ്ങൾ അവയുടെ കൂടണയും നിരുപമ സ്നേഹത്തിൻ അർത്ഥങ്ങൾ പറയുമ്പോൾ നമ്മൾ പാട്ടിനെങ്ങനെ ഹൃദയത്തിലേക്ക് എടുക്കുകയാണ്. വെറുതെ ചെവിയിലൂടെ വിടുകയല്ല, ചെവിയിലൂടെ കേട്ട് ഹൃദയത്തിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പണ്ട് പ്രണയ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ പാട്ടുകളാണ് പ്രണയ ലേഖനങ്ങളായിട്ട് എഴുതുന്നത്. പാട്ടുകളാണ് പണ്ട് പ്രണയ ലേഖനം എഴുതിയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം, പ്രണയ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മുനികുമാരിയല്ലോ, ഞാൻ പാട്ടൊന്നും കേട്ടില്ല, അതുകൊണ്ട് പ്രണയലേഖനം എങ്ങനെ എഴുതണം ഐ ഡോണ്ട് നോ കുമാര എന്ന് പറയേണ്ടി വന്നത്. അപ്പം അങ്ങനെ നമ്മുടെ സമസ്ത ജീവിതത്തിൻ്റെയും സമസ്ത ഭാവങ്ങളിലൂടെയും അവബോധത്തിന് പല അർത്ഥമുണ്ട്. കേവല അറിവല്ല, അതിനപ്പുറം ആ അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ മാനസികമായി നമുക്കുണ്ടാകുന്ന ഉണർവ്, അതുപോലെ അതിനെ ഉൾക്കൊള്ളൽ, മനസ്സിലാക്കൽ, എന്താണ് എന്ന് മനസ്സിലാക്കൽ, അതുപോലെ ഗ്രഹിക്കാനുള്ള കഴിവ്, നമുക്കറിയാത്തതിനെ കൂടി ഉൾക്കൊണ്ട് നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളെ, ആ ചക്രവാളങ്ങളെ വികസിപ്പിക്കാനുള്ള കഴിവുണ്ടാക്കിയിട്ടുള്ളത് ആകാശവാണിയാണ്. തീർച്ചയായും ആകാശവാണിയോട് കടപ്പാടും നന്ദിയും പ്രകടിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളൊക്കെ ആകാശവാണിയോട് അക്കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നവരായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ വിളിച്ചതിലുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശശികുമാർ സാറാണ്
വിളിച്ചത് അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാം എന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും വരാം